എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിത്യ. അപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ തുടർന്നുകൊണ്ട് വരുന്ന പോലെ ഉള്ള ചർച്ചകൾ നമ്മൾ അവസാനിച്ചിട്ടില്ല. ഇന്നും അതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നമുക്ക് സാറിന് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഒരു വാസ്തു ദോഷം അല്ലെങ്കിൽ വാസ്തു എന്നുള്ളൊരു വിഷയം എടുക്കുമ്പം ആദ്യം എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് പൂർണ്ണമായി അറിയാത്തവർക്കാണെങ്കിലും ആദ്യം കന്നിമൂല ഒരു മെയിൻ ഹൈലൈറ്റ് ആയിരിക്കും. കന്നിമൂലയിൽ ദോഷമാണ്, അവിടെ നല്ലതില്ല. കന്നിമൂല എന്ന് പറയുന്നത് ഒരു ബാഡാണ്, നെഗറ്റീവാണ്. അപ്പോൾ ഈ കന്നിമൂല നമുക്ക് തരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവ് എന്തൊക്കെയാണ്? കന്നിമൂല എന്നുള്ളൊരു സബ്ജക്റ്റ് തന്നെ വാസ്തുവിൻ്റെ ആധികാരികത കൂടുതൽ കയറ്റുന്നതാണ്. കന്നിമൂല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു കാലുറപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഉറവിടം. അപ്പം കന്നിമൂല എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കാലുകൾ അല്ലെങ്കിൽ കാലുകളിൽ കാൽ എന്തുമാത്രം ദൃഢതയും പ്രശസ്തവുമായതുപോലെ തന്നെയാണ് ഒരു വീടിൻ്റെ കാലും. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു എപ്പിസോഡിൽ. ഒരു മനുഷ്യ ശരീരം പോലെ തന്നെയാണ് സാങ്കല്പിക ചിത്രമാണെങ്കിലും വീടിൻ്റെ വാസ്തു പരിശോധിക്കാൻ ആ ചിത്രത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പം കന്നിമൂല എന്നുള്ളത് നമ്മുടെ കാൽഭാഗമാണ്. അതിൻ്റെ ഉറപ്പാണ് ആ മനുഷ്യൻ്റെ നടത്തം, അല്ലേ, അല്ലെങ്കിൽ ആ വീടിൻ്റെ നടത്തം. അപ്പോൾ കന്നിമൂല എന്ന് പറയുമ്പോൾ തെക്കും പടിഞ്ഞാറും കൂടെ ചേരുന്ന മൂലയാണ് കന്നിമൂല. കന്നിമൂല എന്നൊരു ഭാഗം പ്രത്യേകതയായിട്ട് വരുന്നില്ല. ചിലപ്പോൾ ദിക്കുകൾ മാറി ചില സ്ഥലങ്ങളിൽ സൂര്യൻ ഒരല്പ ചരിഞ്ഞുദിക്കുന്നു. പണ്ട് ദിക്ക് നോക്കി വീട് കെട്ടുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. വഴികൾ ഓരോ ആൾക്കാരും വഴി ആക്രമിച്ച് പിടിച്ച് അല്ലെങ്കിൽ വീടിൻ്റെ പ്ലോട്ടുകൾ ഡിസൈൻ ചെയ്യുന്ന രീതികളിൽ ഈ ദിക്ക് മാറി ഇപ്പം വഴിക്ക് പേരലായിട്ട് വീട് കെട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദിക്ക് ക്രോസ് ആവുന്നു. അപ്പം ടെക്നീഷ്യന്മാർക്കറിയാം ഡിഗ്രി ബേസിലാണ് ഞങ്ങളിത് കാണുന്നത്. അപ്പം ട്രൂ നോർത്ത് എന്ന് പറയുമ്പോൾ നോർത്ത് 0 ട്രൂവിൽ നിൽക്കുമ്പം അത് ട്രൂ നോർത്താണ്. അപ്പം കിഴക്കിന് എന്താവുന്നു 90 ആവുന്നു. 90 ഡിഗ്രി വരുമ്പോൾ അത് കിഴക്കാവുന്നു. അപ്പോൾ നിർഭാഗ്യവശാൽ ചില വീടുകളിൽ 15 ഡിഗ്രി കയറിയിരിക്കും അല്ലെങ്കിൽ 15 ഡിഗ്രി കുറഞ്ഞിരിക്കും. ഇവിടെ 90 എന്നുള്ളത് ചിലപ്പോൾ 105 ആയിരിക്കും അല്ലെങ്കിൽ 75 ആയിരിക്കും. അപ്പം ഡിഗ്രി മാറുമ്പോഴത്തേക്കും ആ വീടിൻ്റെ ദിക്ക് മാറുന്നു. അപ്പോൾ അവിടെ കന്നി മൂല അവിടെ തന്നെ ഉണ്ടാവും, കന്നിയെ മാറുള്ളൂ. മൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കും പടിഞ്ഞാറും എന്നീ ഡിഗ്രി, ഏത് ഡിഗ്രി വ്യത്യസ്തമായാലും മാക്സിമം തെക്കും കുറഞ്ഞ പടിഞ്ഞാറും കൂടെ ചേരുന്നതാണെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞ തെക്കും വലിയ പടിഞ്ഞാറും കൂടെ ചേരുന്നാലും മൂല 2 ചുമര് യോജിക്കുന്ന സ്ഥലം കന്നി മൂല എന്ന് പറയാം. പക്ഷേ ഡിഗ്രി ബേസിൽ ചിലപ്പോൾ കന്നി വേറെ ആയിരിക്കും. കന്നി വേറെ, കന്നി മൂല വേറെ. അപ്പോൾ അതിന് നമ്മൾ നൈരുതി എന്ന് പറയും അല്ലെങ്കിൽ കന്നിമൂല, അപ്പം കുബേര മൂല എന്നൊക്കെ പറയാം. പക്ഷെ മൂല എന്ന് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ മാത്രമേ അത് കന്നി മൂലയാകുന്നുള്ളൂ. ഡിഗ്രി ബേസിൽ കന്നി വേറെയാണ്. അപ്പം നമുക്ക് കൂടുതലും കന്നിമൂലയിൽ മൂലയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. അങ്ങനെയാണെങ്കിൽ ഒരു വീടിനെ നമ്മൾ സമചതുരമാക്കുക, സാങ്കല്പികമായി ഒരു സമചതുരമാക്കുക. ചിലപ്പോൾ റെക്ടാങ്കിൾ ഷേപ്പിൽ വീടുണ്ടായിരിക്കാം. ഒരു സമചതുരമാക്കുക അല്ലെങ്കിൽ റെക്ടാങ്കിൾ സ്റ്റൈലിൽ തന്നെ ഒരു ചതുരമാക്കുക. അത് നേർമധ്യ ഒരു വരയും ഹാരിസോണൽ ടൈപ്പിലൊരു വരയും വരച്ച് 4 ചതുരങ്ങളാക്കുക. ഒരു സ്ക്വയറിന്, ഒരു ചതുരത്തിന് ഉള്ളിൽ നടുക്ക് ഭാഗിച്ചുകൊണ്ട് 4 ചതുരങ്ങളാക്കുക. അതിൽ സൗത്തും വെസ്റ്റും ചേരുന്ന ആ ചതുരം മുഴുവനും കന്നിമൂലയുടെ ഭാഗമാണ്. പ്രോപ്പർ കന്നിമൂല എന്നുള്ളത് 2 ചുമരും ചേരുന്നതാണെങ്കിലും കോമ്പസ് ബേസിൽ ഡിഗ്രി കണ്ട് കന്നി കണ്ടുപിടിക്കാം, ചുമര് ചേർച്ചയിൽ നമുക്ക് കന്നിമൂല കണ്ടുപിടിക്കാം. എന്നാൽ മൊത്തത്തിൽ അതെല്ലാം കന്നി ഭാഗം എന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പം ആ കന്നിമൂലയിൽ ടോയ്ലറ്റ് വരുതെന്ന് പറയുന്നത് എന്താ സംബന്ധമാണ്? കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ആധുനിക രീതിയിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്കൊരു ടോയ്ലറ്റ് വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല എന്നുള്ളത് അതല്ല. കാലങ്ങൾക്ക് മുമ്പ് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വയ്ക്കുമ്പോൾ അന്നത്തെ ടെക്നോളജി അനുസരിച്ച് വിസർജിക്കാൻ എവിടെയാണോ നമ്മൾ വിസർജിക്കുന്നത് അതിന് താഴെ ഒരു കുഴി ഉണ്ടാവും. പണ്ടത്തെ അങ്ങനെയാണല്ലോ. ഏറ്റവും ആദ്യത്തെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മൾ വിസർജിക്കുന്നത് അതിൻ്റെ താഴെ ഒരു കുഴി ഉണ്ടാവും, വലിയ കുഴി ഉണ്ടാവും. അപ്പോൾ അത് കന്നിമൂല ഭാഗങ്ങളിൽ ഞാൻ ഈ പറയുന്ന ബോക്സ് നമ്പറിൽ ഉൾപ്പെടുമ്പോൾ ആ കന്നിമൂല കുഴിയായി വാസ്തുദോഷം പേറുന്നു. പക്ഷെ കാലങ്ങൾ പുരോഗമിച്ച് PVCയുടെ സാധ്യത കൂടുതലായി ടോയ്ലറ്റ് അവിടെ ഇരിക്കുകയും ഒരു പൈപ്പിലൂടെ അതിൻ്റെ സെപ്റ്റിക് ടാങ്ക് മറ്റൊരു ഭാഗത്തോട്ട് മാറുകയും ചെയ്യുന്നു. സോ കന്നിമൂലയിൽ കക്കൂസ് ആകാം, പക്ഷേ അതിൻ്റെ കുഴി കന്നിമൂലയിൽ വരാൻ പാടില്ല. ഈ വ്യത്യാസം തിരിച്ചറിയാതെ ഇപ്പോഴും കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നാൽ ആപത്തെന്ന് പറയുന്ന പല ടെക്നീഷ്യന്മാരും ഉണ്ട്. പക്ഷേ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഈ 2 മൂലയും ചേരുന്ന ആ കോർണറിൽ ടോയ്ലറ്റ് വയ്ക്കുകയാണെങ്കിൽ ആ റൂം അസ്വസ്ഥമാവും, ആ ഡിസൈൻ തന്നെ മാറും. അപ്പം നിങ്ങൾക്ക് കന്നിമൂല ചേർത്ത് വെയിറ്റോ
അതല്ലെങ്കിൽ കട്ടിലോ ഒക്കെ ആ കോർണർ ബേസിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റ് ആ മൂല എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഒഴിവാക്കി അതിൻ്റെ കിഴക്കേ ചുവരിലോ വടക്കേ ചുവര് ഭാഗങ്ങളിലോ നിങ്ങൾക്ക് വയ്ക്കാം. കന്നിമൂലയ്ക്കുള്ളിൽ തന്നെ ടോയ്ലറ്റ് വയ്ക്കാം. പക്ഷെ അത് മൂല വിട്ട് കിഴക്ക് മതിലിലോ വടക്ക് മതിലിലോ അത് വയ്ക്കാം. പക്ഷെ സെപ്റ്റി ടാങ്ക് ഒരിക്കലും അവിടെ പാടില്ല. അത് പൈപ്പ് ത്രൂ കൊണ്ടുവന്ന് അതിന് പറയുന്ന കൃത്യമായിട്ടുള്ള ഡിഗ്രി ഉണ്ട്. നോർത്തിൽ നീചത്തിൽ പകുതി, കിഴക്കിൽ നീചത്തിൽ പകുതി. അത് ആ വീടിൻ്റെ ഡിഗ്രി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിറയെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ സെപ്റ്റി ടാങ്കിൻ്റെ സ്ഥാനം ഏതാണെന്ന്. ഒരു വീടിനെയോ ആ ലാൻഡ് അളക്കാതെ എങ്ങനെയാ സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റുക? കാരണം നിർഭാഗ്യവശാൽ അവിടെ ഡിഗ്രി 15 ഡിഗ്രി മുന്നോട്ടോ പിന്നോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ 20 ഡിഗ്രി മുന്നോട്ടോ പിന്നോട്ടോ ആയിരിക്കാം. അതല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന ആളൊരു പ്രോപ്പർ ടെക്നീഷ്യൻ ആയിരിക്കണം. ഇത്ര ഡിഗ്രിയാണ് എൻ്റെ വീടെന്നുള്ളത് വളരെ കൃത്യമായി എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ കന്നിമൂലയിൽ കുഴി വരാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. കന്നിമൂല താഴ്ന്നിരിക്കാൻ പാടില്ല. കന്നിമൂലയിൽ സെപ്റ്റി ടാങ്കോ കിണറോ മറ്റെന്തെങ്കിലും ഒരു വേസ്റ്റ് വാട്ടർ ടാങ്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവിടെ കുഴിക്കുന്ന കുഴികളോ ആ വീടിൻ്റെ വാസ്തു ദോഷം പേറും. അങ്ങനെയാണ് കന്നിമൂല ദോഷമാവുന്നത്. പിന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ബേസിൽ കന്നിമൂല ഭാഗത്ത് എപ്പോഴും ഉയർന്നിരിക്കണം. അപ്പോൾ ഒരു നില വീടാണെങ്കിൽ എങ്ങനെ ഉയർത്താൻ പറ്റും? അപ്പോഴാണ് നമ്മൾ ആ വാട്ടർ ടാങ്കിനെ കൊണ്ട് അവിടെ വെച്ച് ഉയർത്തുന്നത്, വെയിറ്റ് കൂട്ടുന്നതും. സോ വളരെ കൃത്യമായ ബാലൻസിങ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു വീടിനെ അങ്ങനെ നമ്മളൊരു ത്രാസിൽ വെക്കുമ്പോൾ കന്നിമൂല ഭാഗത്ത് ഭാരം കൂടണം, അപ്പോഴേ അത് കന്നിമൂല ടാലി ആവുന്നുള്ളൂ. അപ്പോൾ കന്നിമൂലയിൽ ഉണർത്തുന്ന ദോഷങ്ങൾ ഇതാണ്. അതേപോലെ കന്നിമൂലയിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നറിയോ? കന്നിമൂല നിങ്ങൾ ഭാരം കൂട്ടുന്നു, തറ ചെയ്യുമ്പോൾ തന്നെ ആ കന്നിമൂല ബെഡ്റൂമിൽ അല്പമെങ്കിലും ഉയർന്നിരിക്കുന്ന രീതിയിൽ ഒരു സ്ലോപ്പ് ബേസോ അല്ലെങ്കിൽ വെച്ച് ഉയർന്നിരിക്കുന്ന ഡിസൈൻ ചെയ്യുമ്പം മാനുവലി ഉയർത്തുകയാണെങ്കിൽ അത് വാസ്തുവിൻ്റെ ബോണസാണത്. കന്നിമൂലയിൽ കൺസ്ട്രക്ഷനിൽ മുകളിൽ ഒരു സ്റ്റെപ്പിൻ്റെ ടവർ മേളിലോട്ട് വെച്ച് ആ ടവറിന് മുകളിൽ സെപ്റ്റി ടാങ്ക് വാട്ടർ ടാങ്ക് വെക്കുകയാണെങ്കിൽ അതും വാസ്തു രീതികളിൽ ഹൈറ്റ് ഉയരം പേറി അവിടെയും നിങ്ങൾക്ക് വാസ്തു ബെനിഫിറ്റ്സ് കിട്ടുന്നു. പിന്നെയാണെങ്കിലോ വീടിൻ്റെ വേസ്റ്റ് സാധനങ്ങൾ, ഉപയോഗിക്കാൻ പറ്റാത്ത കല്ലുകൾ, ബാക്കി വരുന്ന കല്ലുകൾ, വേസ്റ്റ് സാധനങ്ങളെല്ലാം നിങ്ങൾ കന്നിമൂല ഭാഗത്തോട്ട് ഡം ചെയ്യാം. പക്ഷേ ഓപ്പോസിറ്റാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. കന്നിമൂല വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കും. തെറ്റാണ്. കന്നിമൂലയിൽ ഭാരം കയറാം. ഒരു വൃത്തികേടായി ഉപയോഗിക്കരുത് ഒരിക്കലും. ഒരു വീടിൻ്റെ പരിസരം വൃത്തികേടായി ഉപയോഗിക്കരുത്. എപ്പോഴും അത് ക്ലീൻ ചെയ്ത് തന്നെയാണ് ഇരിക്കേണ്ടത്. പക്ഷെ അവിടെ വെയിറ്റ് കൂടിയ സാധനങ്ങൾ മറ്റു ദിക്കിൽ നിന്ന് നിങ്ങൾക്ക് കന്നിമൂലയിലോട്ട് വെച്ച് ശേഖരിക്കാം. കുറച്ച് വേസ്റ്റ് വരുന്ന കല്ലുകൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ എപ്പോഴെങ്കിലും ഒരു 6 മാസം കഴിഞ്ഞ് ഉപയോഗിക്കാനുള്ള കുറച്ച് മെറ്റീരിയൽസ്, ഇതെല്ലാം നമുക്ക് വീട്ടിനുള്ളിൽ ശേഖരിക്കാൻ പറ്റുള്ളൂ, ബാങ്കിൽ കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത്തരം സാധനങ്ങൾ നമുക്ക് കന്നിമൂല ഭാഗത്ത് പടിഞ്ഞാറോ തെക്കിലായിട്ട് നിങ്ങൾക്ക് അടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് വാസ്തുവിൻ്റെ ബോണസാണ്, അഡ്വാൻസ് ആണ്. അപ്പോൾ കന്നിമൂല ഒരിക്കലും താഴരുത്, കന്നിമൂല ഉയരണം. കന്നിമൂല എപ്പോഴും ഭാരമേറിയതായിരിക്കണം. കന്നിമൂലയിൽ കുഴികൾ വരാൻ പാടില്ല. കന്നിമൂല എന്നുള്ളത് വൃത്തിയായി സൂക്ഷിക്കാനുള്ളതല്ല. ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭാരങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതും ഹൈറ്റ് വരേണ്ടതും. ഔട്ട് ഹൗസ് വീട്ടിൽ കെട്ടുന്നുണ്ടെങ്കിൽ അത് കന്നിമൂല ഭാഗത്ത് തെക്കിലോ പടിഞ്ഞാറോ ആയിരിക്കണം. അത് കെട്ടുന്ന സമയത്ത് ഈ കന്നിമൂല മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ ഒരു അല്പം ഹൈറ്റ് കൂടിയ തറയായിരിക്കണം അതിൻ്റെ പിന്നിൽ കെട്ടുന്നത്. ഉയരത്തിൽ കുറഞ്ഞാലും തറയിലെങ്കിലും കൂടിയിരിക്കണം. ഇങ്ങനെയുള്ള കണക്കുകൾ കന്നിമൂല ഭാഗത്തുള്ളതാണ്. സംശയം തീർന്നില്ല. ഇനിയുണ്ട് കന്നിമൂലയെ കുറിച്ച് പറയാൻ. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇത്ര മാത്രം. സാർ, ഞാനിപ്പോഴേ സാറിനെ കണ്ടപ്പം നമ്മുടെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് സാധാരണ നമ്മൾ ഈ ചാനലിലൊക്കെ കാണുന്നുണ്ട്. ഈ വിഷയങ്ങളെ പറ്റി ജ്യോതിഷം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അവർക്കൊരു ഡ്രസ് പാറ്റേൺ ഉണ്ട്. ഒരു മുണ്ടോ നേരിലോ ഒരു ചന്ദനോ. സാറിനൊരു ചന്ദനക്കുറി പോലും ഞാൻ കണ്ടില്ല. നമ്മൾ സാധാരണ ഇടുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ്, ചെക്കന്മാരൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ് ഇടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുമ്പം അങ്ങനെ ഒരു യൂണിഫോം പാറ്റേൺ ഒക്കെ ഉണ്ടോ? കറക്റ്റ്. ചോദിച്ച ചോദ്യം ഒരുപാട് ആൾക്കാർ അറിയണം എന്ന് നിർബന്ധിതനാണ് ഞാൻ. ഈ ചോദിച്ച ചോദ്യത്തിനും ഞാൻ ഈ പറയാൻ പോകുന്ന ഉത്തരവും ഒരുപാട് ആൾക്കാർ അറിയണം എന്നുള്ളത്. എന്നോട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്യാണ്. അതെ. ശരി, ചോദ്യത്തിലോട്ട് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വിഷയമാണ്. യൂട്യൂബിൽ ആണ് നമ്മളിപ്പോൾ ഒരു അമ്പലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താന്ത്രിക വിധി അല്ലെങ്കിൽ സാമ്പ്രദായികം. അപ്പം അവിടെ വസ്ത്രം മേൽമുണ്ട് മാറ്റി അവിടെ അവർ കർമ്മങ്ങൾ ചെയ്യണം. അതൊരു വിധിയാണ്, അതൊരു താന്ത്രിക വിധിയാണ്. അത് അതിനുള്ള മറ്റും എനർജി റീസൺസ് ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ സംസാരിക്കുവാൻ, യൂട്യൂബ് US കമ്പനിയാണ്, അമേരിക്കക്കാരൻ്റെ കമ്പനിയാണ്. അദ്ദേഹം അല്ലെങ്കിൽ ആ കമ്പനി ഒരിക്കലും പറയുന്നില്ല ഈ മേൽമുണ്ട് കളഞ്ഞ് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ വസ്ത്രം ഉപേക്ഷിച്ച് സംസാരിക്കണമെന്നുള്ള ഒരു നിർബന്ധവും യൂട്യൂബിലില്ല. അപ്പോൾ പിന്നെ ഇവർ വാസ്തുവിനെ കുറിച്ചോ ന്യൂമറോളജിയെ കുറിച്ചോ അതല്ലെങ്കിൽ ജ്യോതിഷത്തിനെ കുറിച്ച് 2 നല്ല വാക്ക് പറയാൻ ഈ വസ്ത്രം ഉപയോഗിച്ച് സംസാരിക്കുന്നത് കൊണ്ട് അത് തരുന്ന സന്ദേശം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ ഇങ്ങനെ കുറച്ച് വലിയ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ അവർ ജന്മന അങ്ങനെ ഒരു ശൈലി ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പം ഒരു മുണ്ടെടുത്ത്
ഒരു തോർത്തിട്ട് ജീവിതശൈലി കഴിഞ്ഞു പോകുന്ന ആൾക്കാരായിരിക്കാം അല്ലേ? ഇതൊന്നുമല്ലെന്നേ, അവർ മറ്റു ഭാഗങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർ ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ആധുനികതയുടെ മികവിലുള്ള എല്ലാത്തരം വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. യൂട്യൂബിൽ വന്ന് 2 വാക്ക് പറയാൻ ഈ വസ്ത്രമെല്ലാം വലിച്ചെറിയാണ് അവർ. എന്നിട്ട് വലിയ പൊട്ടും കുറച്ച് മാലയൊക്കെ ഇട്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നവർ കേൾക്കുന്നവർക്കൊന്നും നിർബന്ധമല്ല. അപ്പം നിങ്ങൾ ഈ വേഷവിധാനത്തിലൂടെ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ്? സ്റ്റുഡിയോ വരെ അവർ ഷർട്ട് ഇട്ടാണ് വരുന്നത്. സ്റ്റുഡിയോയ്ക്കുള്ളിൽ വന്ന ഷർട്ടിനെ വലിച്ചൂരി കളയുന്നു. എന്നിട്ട് അങ്ങോട്ട് പറച്ചില. ഓക്കെ, നല്ല കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. പക്ഷേ വസ്ത്രം മാറ്റി സംസാരിക്കുന്നത്, ആ പ്രവൃത്തിയിലൂടെ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ചോദ്യമാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള ഭക്തിയുണ്ട്, പക്ഷെ അത് എൻ്റെ മാത്രമാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എന്തൊക്കെയോ കുറവുകൾ നികത്താൻ ഇത്തരം വസ്ത്ര സംവിധാനങ്ങളും കൂടെ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. യൂട്യൂബിൻ്റെ കമ്പനിക്ക് ഒരു നിർബന്ധമില്ല, ഇത് കാണുന്ന നമുക്കൊരു നിർബന്ധമില്ല. ഒരുപക്ഷെ ഇത് അയാളുടെ ജീവിത ശൈലിയുമല്ല. ഈ ഷർട്ട് ഉപേക്ഷിച്ച് സംസാരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയുമല്ല. എന്തുകൊണ്ട് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത്തരം വസ്ത്രവിധാനങ്ങളോട് പ്രത്യക്ഷപ്പെടുന്നു, അത് തരുന്ന സന്ദേശം എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെന്നുള്ളത് എൻ്റെയും കൂടെ ചോദ്യമാണ്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും തീർന്നിട്ടില്ലെങ്കിൽ സാറിനെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. സാറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു മനോഹര എപ്പിസോഡുമായി വീണ്ടും കാണാം.